Mars Hypermarkets and Shopping Center. Focus. This program is sponsored by Mars Hypermarkets and Shopping Center. Happy Land Water Theme Park തിരുവനന്തപുരം. Regent Lake Palace Hotel, നീണ്ടകര, കൊല്ലം. Veracity International Furniture, കണ്ണമൂല. ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ പെരിയാർ റൈസ്. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ. EOT Energy of Nature. Sharavana Instant Cook, quality without compromise. Arabian Gold and Diamonds, കരുനാഗപ്പള്ളി. ആരെയും വെറുക്കാതിരിക്കൂ. ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും. എല്ലാവരെയും സ്നേഹിക്കൂ. ജീവിതവൃത്തം പൂർത്തിയാകുമ്പോൾ അത് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും. ഇന്നത്തെ ഫോക്കസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വെറാസിറ്റി ഇന്റർനാഷണൽ ഫർണിച്ചേഴ്സ് ഒരുക്കുന്ന ഒരു അടിപൊളി ഗെയിം ഷോ കണ്ടിട്ട് തിരിച്ചു വരാം. വെറാസിറ്റി ഇന്റർനാഷണൽ ഫർണിച്ചർ അവതരിപ്പിക്കുന്ന ഗെയിം ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പുത്തിരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന കാർഷിക മേളയിലാണ്. നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. പേര് മനു. മനു എന്ത് ചെയ്യുന്നു? മനു ജോലി. എവിടെ വർക്ക് ചെയ്യുന്നത്? ഓക്കെ. ചേട്ടൻ പേര് പറഞ്ഞോളൂ. സജിത്ത്. വിപിൻ. വിപിൻ എന്ത് ചെയ്യാ? ചേട്ടൻ പേര് പറഞ്ഞോളൂ. സന്തോഷ്. ഓക്കെ. ചേട്ടൻ പേര് പറഞ്ഞോളൂ. അനിൽകുമാർ. എവിടെയാ വർക്ക് ചെയ്യുന്നത്? പ്രസ്സാണ്. ഓക്കെ. നെടുമങ്ങാട്. ഓക്കെ. പേര് പറഞ്ഞോളൂ. മമിത. സുരേഷ്. അച്ഛനാണ് മമിതയുടെ. ഓക്കെ. അനു. സിസ്റ്റർ. ഓക്കെ. ബെഞ്ചമിൻ. ഇനി നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. 2 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ശരി ഉത്തരം പറയുന്നവർക്ക് സമ്മാനമുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്. ജനറൽ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്. മനുഷ്യ ശരീരത്തിൽ നമ്മുടെ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും വളർച്ചയില്ലാതെ ഇരിക്കുന്ന ഭാഗം, ശരീര അവയവം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒരേ അവസ്ഥയിൽ തന്നെ റിമെയിൻ ചെയ്യുന്ന മനുഷ്യ ശരീരത്തിൻ്റെ അവയവം ഏത്? ഒരാൾ ക്വസ്റ്റ്യൻ പകുതി കേട്ടപ്പോഴേ പറഞ്ഞു ഞാൻ പറയാം. ആ ചാൻസ് തരികയാണ്. ഒരു സെക്കൻഡ്. കണ്ണ്. ഓക്കെ. കണ്ണ്. എല്ലാവരും കണ്ണാണോ? കണ്ണിലെ കൃഷ്ണമണി. അതാണ്. കണ്ണിലെ കൃഷ്ണമണി. ചേട്ടന് കണ്ണിലെ കൃഷ്ണമണി. എല്ലാവരും കണ്ണിലെ കൃഷ്ണമണിയാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കറക്റ്റ് എന്താ പറയുക ഗ്രോയിങ്. നമ്മൾ ജനിക്കുമ്പോഴും ഡെത്തിലോട്ട് പോകുമ്പോഴും നമ്മുടെ സെയിം റിമൈനിങ് ആയിട്ടിരിക്കുന്ന ആ സെയിം സൈസിലിരിക്കുന്നത് കണ്ണ് തന്നെയാണ്. എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞു. അപ്പോൾ സ്വയം കൈയടിച്ചോളൂ. ഓക്കെ. ഇപ്പോൾ ഇവിടെ മഴക്കാറ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുസൃതി ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. കാർമേഘത്തിൻ്റെ ഓപ്പോസിറ്റ് എന്ത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. കാർമേഘത്തിൻ്റെ ഓപ്പോസിറ്റ് ആൻസർ അറിയാമോ? ആറ് പറയൂ. പൂനിലാവ് അല്ല, മഴക്കാറ്. ഫണ്ണി ക്വസ്റ്റ്യൻ ആണ് ഇത്. കുസൃതി ചോദ്യമാണ്. കാർമേഘത്തിന്റെ ഓപ്പോസിറ്റ് എന്ത്? ആ ചേട്ടന്മാര് പറഞ്ഞോളൂ. മഴക്കാർ പറഞ്ഞിരിക്കുകയാണ്. കാറാത്ത മേഘം. 4 ആൻസർ കിട്ടിയിരിക്കുകയാണ്. ഇവരെല്ലാവരും തല പൊകുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കാർമേഘത്തിന്റെ ഓപ്പോസിറ്റ് എന്ത്? കാർമേഘം. മേഘമൽഹാർ എന്ന് പറയുന്നു. മേഘം എന്ന് പറയുന്നു. അല്ല. അപ്പോൾ ഇത്രയും നേരം എടുത്തിട്ടും ഇവർക്ക് പറയാൻ പറ്റുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഇവർക്കൊരു ക്ലൂ കൊടുക്കാം. കാർമേഘം ഒരു ഇംഗ്ലീഷ് ആയിട്ട് നിങ്ങളൊന്ന് റിലേറ്റ് ചെയ്ത് ആലോചിച്ച് നോക്കൂ. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് ഇപ്പോൾ കാർമേഘത്തിന് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. കാർമേഘം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? കമ്മേക്കാർ. വെടിവെച്ച് ഞാൻ കൊന്നു. കാർമേഘോ. അതും കറക്റ്റ് ആയില്ല. കാർമേഘം. ഞാൻ ഫൈനലായിട്ട് ആൻസർ പറയാം. കാർ മേ നോട്ട് കം കാർ വോണ്ട് കം വരെ പറഞ്ഞിട്ട് ഞാൻ അതിൽ പറഞ്ഞത്. കാർ മേ നോട്ട് കം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഉത്തരത്തിന് കറക്റ്റ് പറഞ്ഞ ഈ ഒരു ടീമിന് നമ്മൾ പ്രൈസ് കൊടുക്കുകയാണ്. പെരിയാർ റൈസ് സ്പോൺസർ ചെയ്യുന്ന ഈ ഒരു ഗിഫ്റ്റ് ഹാപ്പി ലാൻഡ് സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് കൂപ്പൺസ് ആണ്. ഓക്കെ. ഇനി ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോകുന്നത് വെറാസിറ്റി ഇന്റർനാഷണൽ ഫർണിച്ചർ കൊടുക്കുന്ന ഒരു ഡിസ്കൗണ്ട് കൂപ്പറാണ്. 10,000 റുപ്പീസിന് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,000 റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്.
പ്രോഗ്രാം മൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇന്നത്തെ ഗെയിം ഷോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇനി അല്പം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാം. അതിനായി കാണുക മെട്രോ മെഡിക്കൽ സെന്റർ ഹെൽത്ത് പ്ലസ്. മെട്രോ മെഡിക്കൽ സെന്റർ ഹെൽത്ത് പ്ലസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ ഹെൽത്ത് പ്ലസിൽ. ഇതേക്കുറിച്ച് നിങ്ങളോട് കൂടുതലായി സംസാരിക്കുന്നു അജ്മാൻ മെട്രോ മെഡിക്കൽ സെന്ററിലെ പീഡിയാട്രീഷ്യനായ ഡോക്ടർ AK ജമാലുദ്ദീൻ അബൂബക്കർ. ഡോക്ടർ, ഞാൻ ഹെൽത്ത് പ്ലസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. സാധാരണ കുട്ടികളിൽ കണ്ടുവരാറുണ്ട് യൂറിനറി ഇൻഫെക്ഷൻ. അപ്പോൾ പല അമ്മമാർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, എന്താണ് ചെയ്യേണ്ടത്, അതിന് മരുന്ന് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ ഇത് തടയാനായിട്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാം? ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ യൂറിനറി ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ 2 കിഡ്നി, ഈ കിഡ്നിയിലാണ് ഇത് ഫിൽട്രേഷൻ നടക്കുന്നത്, കിഡ്നിയിലാണ് ഈ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ ഇതിലൂടെ ഡിസോൾവ് ചെയ്ത് അതിന് ലയിപ്പിച്ച് പുറത്തോട്ട് വരുന്നു. അതിന് 2 ട്യൂബുണ്ട്, അതിന് യൂറേറ്റർ എന്ന് പറയും. ഈ ട്യൂബ് കണക്ട് ചെയ്യുന്നതിനാണ് യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത്, മൂത്രസഞ്ചി. ഈ മൂത്രസഞ്ചിയിൽ ഇത് ശേഖരിച്ച് വെക്കുന്നു. ഈ മൂത്രസഞ്ചിയിൽ ശേഖരിച്ച് വെച്ച് നമുക്ക് മൂത്രം ഒഴിക്കണമെന്ന് തോന്നുമ്പോൾ അതിന് ചില നെർവ് മെക്കാനിസം ഉണ്ട്. അതായത് ഈ ബ്ലാഡർ കൺട്രാക്റ്റ് ചെയ്യും. ബ്ലാഡർ കൺട്രാക്റ്റ് ചെയ്യുന്ന ബ്ലാഡർ സങ്കോചിക്കുമ്പോൾ അതിനകത്തുള്ള മൂത്രം ഒരു ട്യൂബുണ്ട്, അതിന് യൂറിത്ര എന്ന് പറയും. ആ യൂറിത്രയിലൂടെ മൂത്രം പുറത്തോട്ട് വരും. ഇതാണ് ഒരു യൂറിനറി ട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ എവിടെ ഇൻഫെക്ഷൻ വന്നാലും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ കുറച്ച് ഗൗരവമായിട്ടുള്ള ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അപ്പർ ട്രാക്റ്റ് ഇൻഫെക്ഷനാണ്, അതായത് കിഡ്നിയെ ഇൻഫെക്ഷൻ വരുന്നത്. ലോവർ ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത്ര തന്നെ പ്രശ്നമില്ല. ഈ അപ്പർ ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ അത് കിഡ്നിയെ ബാധിക്കാൻ സാധ്യത, കിഡ്നിയിൽ സ്കാറിങ് ഉണ്ടാവും. അത് ഭാവിയിൽ ചിലപ്പോൾ ഹൈപ്പർ ടെൻഷനും കിഡ്നി ഫെയിലിയറിലോട്ടൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനിൽ ഈ സാധാരണഗതിയിൽ ഈ ബാക്ടീരിയ ഇതിനകത്തില്ല. പക്ഷേ ബാക്ടീരിയ ഈ യൂറിത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലാഡറിൽ നിന്ന് പുറത്തോട്ട് മൂത്രം പോകുന്ന ആ ഒരു ട്യൂബ്, ആ ട്യൂബിൻ്റെ അറ്റത്ത് ബാക്ടീരിയ കോളനൈസ് ചെയ്യും. അത് ഏതെങ്കിലും കാരണവശാലും നമ്മൾ ഇമ്മ്യൂണിറ്റി കുറയും ഇതിനകത്തേക്ക് കയറുമ്പോഴാണ് ബാക്ടീരിയ മൂത്രസഞ്ചിയിലോട്ട് വരുന്നതും ഇൻഫെക്ഷൻ വരുന്നതും അവിടെ നിന്നാണ് അങ്ങോട്ട് കിഡ്നിയിലോട്ടോ അല്ലെങ്കിൽ ഇവിടെയും മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നത്. ഈ ഇൻഫെക്ഷൻ സാധാരണഗതിയിൽ സിംറ്റംസ് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ വളരെ ന്യൂ ബോൺ കുട്ടികളാണെങ്കിൽ, വളരെ ജനിച്ച കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ജോണ്ടീസ് ആയിട്ടായിരിക്കും. ചിലപ്പോൾ ഫീഡ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാണിക്കും, വോമിറ്റിംഗ് ഉണ്ടാവും. കുറച്ചും കൂടി മുതിർന്ന കുട്ടികളുടെ വോമിറ്റിംഗ് ഉണ്ടാവും, ഫീഡ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണ് ചിലപ്പോൾ യൂറിനറി സിംറ്റംസ് വരുന്നതുള്ളൂ. അവർ പെട്ടെന്ന് മൂത്രമൊഴിക്കുന്നു, അവർക്ക് വേദന അവർ പറയും, വയറുവേദന പറയും, അവരും ഛർദിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ളത് കുറച്ചും കൂടി മുതിർന്ന കുട്ടികളുടെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്നത്. ഈ മൂത്രത്തിലേക്ക് ഈ ബാക്ടീരിയ സാധാരണ കയറുന്ന നമ്മുടെ ഗട്ട് ബാക്ടീരിയയാണ്, ഈ കോളൈ എന്നുള്ള ഒരു ബാക്ടീരിയയാണ് സാധാരണ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. അതിനുള്ള കാരണം ഈ മലത്തിലൂടെയാണ് ഈ ബാക്ടീരിയ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ കൂടുതൽ വരാനുള്ള സാധ്യത ഒന്ന് അവരുടെ യൂറിത്ര കുറച്ച് ചെറുതായതുകൊണ്ടും അപ്പോൾ തന്നെ മലത്തിലൂടെ വരുന്ന ഈ ബാക്ടീരിയ അവിടെയൊക്കെ കോളനൈസ് ചെയ്യാനുള്ള സാധ്യത കൂടിയതുകൊണ്ടുമാണ്. ആൺകുട്ടികളിൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സർക്കംസിഷൻ ചെയ്യുമ്പോൾ ഇത്, അതായത് അവരുടെ ഈ സ്കിൻ സർക്കംസിഷൻ എന്ന് പറയുന്നത് അവരുടെ ജനൈറ്റേലിയയുടെ, അവരുടെ പെനീസിൻ്റെ ആ ലിംഗത്തിൻ്റെ അഗ്രത്തുള്ള യൂറിത്ര, ആ മൂത്ര നാളിയുണ്ടല്ലോ, മൂത്രം പുറത്തു പോകുന്നപ്പോൾ ഈ യൂറിത്രയുടെ അറ്റം മൂടിക്കിടക്കുന്ന ആ തൊലി കണ്ടിച്ച് കളയുന്നതിനാണ്, കട്ട് ചെയ്ത് കളയുന്നതിനാണ് ഈ സർക്കംസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സർക്കംസിഷൻ ചെയ്ത കുട്ടികളിൽ ഒരു 10 ഇരട്ടി കുറവാണ്, 1 വയസ്സുള്ള കുട്ടികളിൽ 10 ഇരട്ടി കുറവാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഇങ്ങനെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ ഡോക്ടറെ കണ്ട് അതിന് മരുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും. എന്താണ് അതിൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ കൾച്ചർ ചെയ്ത് എന്താണ് മരുന്ന്, അതിന് അനുയോജ്യമായുള്ള മരുന്ന് എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കേണ്ടി വരും. അത് 7 ദിവസമോ 14 ദിവസമോ ഡോക്ടർ പറയുന്നതിനനുസരിച്ചിട്ട് ആ മരുന്ന് കഴിച്ചാൽ അത് മാറിപ്പോകുന്നുണ്ട്. പക്ഷേ ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ കൂടെ വരുമ്പോൾ അത് കൂടുതൽ പരിശോധനകൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കിഡ്നിയിൽ സ്കാർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ യൂറിൻ സാധാരണഗതിയിൽ യൂറിൻ ഈ കിഡ്നിയിൽ നിന്ന് ബ്ലാഡറിലോട്ട് മാത്രമേ വരുള്ളൂ. പക്ഷേ തിരിച്ച് ഈ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ഒരു 40% കുട്ടികളിൽ തിരിച്ച് ഈ യൂറിൻ ബ്ലാഡറിൽ നിന്ന്
യൂറിറ്റർ, അതായത് ബ്ലാഡറിനെയും കിഡ്നിയെയും കണക്ട് ചെയ്യുന്ന ആ ട്യൂബിലോട്ട് കയറും. അതിൻ്റെ എത്രമാത്രം കയറുന്നു, ഏതുമാത്രം കയറുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ കിഡ്നിക്ക് പ്രഷർ വരാൻ സാധ്യതയുണ്ട്, കിഡ്നിയിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്, സ്കാർ വരാൻ സാധ്യതയുണ്ട്. ഇത് കഞ്ചനറ്റിലായാലും ചിലപ്പോൾ ജന്മനാ തന്നെ ചിലപ്പോൾ ഈ ഇങ്ങനെ ഇത് വരാറുണ്ട്. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ മാൽഫോർമേഷൻസ്, അതായത് ഈ പറഞ്ഞ ഇതുണ്ടല്ലോ കിഡ്നി, 2 യൂറിറ്റർ, 2 ട്യൂബ്, ബ്ലാഡർ, യൂറിത്ര, ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും മാൽഫോർമേഷൻസ്, സാധാരണ അല്ലാത്ത വിധത്തിലുള്ള എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ ഒരു യൂറിറ്ററിന് പകരം ഒരു ട്യൂബിന് പകരം 2 ട്യൂബ് ഓരോ ഭാഗത്തുണ്ട്, ഓരോ ഭാഗത്തും ചിലപ്പോൾ ഒരു എക്സ്ട്രാ ട്യൂബൊക്കെ വരാനും ഇങ്ങനെയൊക്കെ പലതും മാൽഫോർമേഷൻസ് വരാറുണ്ട്. Freshness all around, there's a whole lot of love, smiling faces, there's a whole lot of joy. Feel the difference, magic in the air, feel the difference, children having fun, moments beautiful. Mars Hypermarkets and Shopping Center, south of the Oman. Feel the difference. Welcome to Regent Lake Palace Hotel. You're here at the Regent Lake Village on the Ashtamuri Lake on the island. So all of you come and enjoy this nature's beauty. Regent Lake Palace Hotel, Neetakara, Kollam, Kerala. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. അറേബ്യൻ ജുവല്ലേഴ്സിന്റെ നവീകരിച്ച കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഗോൾഡ് ഷോറൂമിനോടൊപ്പം ഡയമണ്ട് ഷോറൂമാക്കി സെപ്റ്റംബർ 3 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ആഭരണ രംഗത്തെ പുത്തൻ ഡിസൈൻസുമായി എത്തുന്നു അറേബ്യൻ ജുവലേഴ്സ് ന്യൂ ഫാഷൻ. ന്യൂ ഫാഷൻസിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറൈറ്റി ഡിസൈനിലുള്ള 3 നെക്ലേസസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്കിനോട് ചേർന്ന് കിടക്കുന്ന മാലയാണ്. കുറച്ച് ഹെവി മാലയാണിത്. ഇതിൽ വന്നിട്ട് ഇത് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ 2 മാല ഇട്ടതുപോലെ ഫീൽ ചെയ്യും. ആക്ച്വലി ഇത് ഒരു മാലയാണ്. അതിൽ വന്നിട്ട് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷനാണ്. ഇത്രയും പോർഷൻ കവർ ചെയ്തേക്കുന്ന നെറ്റ് പോലെ ക്രോസ് ആണ് വന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ട്. ഈ ഫ്ലവേഴ്സിൽ പല കളേഴ്സ് ഉണ്ട്. കളേഴ്സിൽ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, അതുപോലെ ഗോൾഡൻ കളർ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു മാലയാണിത്. നമ്മൾ ഈ മാല ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നെക്സ്റ്റ് മാല ഇടുന്നത്. ഇതാണ്ട് നെക്സ്റ്റ് വന്നിട്ട് കുറച്ച് സിമ്പിളാണ്. ചെയിൻ നോർമൽ ടൈപ്പ് ചെയിനാണ് വരുന്നത്. അതിനകത്ത് ഈ മാലയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ലോക്കറ്റാണ്. ലോക്കറ്റിൽ ഇനാമൽ വർക്കാണ് വരുന്നത്. ആ ലോക്കറ്റിൽ പല കളേഴ്സ് വരുന്നുണ്ട്. സിൽവർ കളറ്, അതേപോലെ തന്നെ ബ്രൗണിഷ് കളറ്, ഗോൾഡൻ മിക്സാണ്. ഈ ലോക്കറ്റിൻ്റെ താഴെയായിട്ട് കുറേ മുത്തുകൾ മുന്തിരി കൊലവ് കണക്ക് കിടക്കുന്നുണ്ട്. ആക്ച്വലി ഇതൊരു ഭയങ്കര നൈസായിട്ട് ഫീൽ ചെയ്യുന്ന മാലയാണ്. നമ്മൾ നോർമലായിട്ട് സാരിയുടെ കൂടെ ആയാലും അതേപോലെ ചുരിദാറിൻ്റെ കൂടെ ആയാലും നൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഡിസൈനർ മാലയാണ് ഇത്. മൂന്നാമത്തെ മാല എന്ന് പറയുമ്പം നമുക്ക് ഇത്രയും മാല യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ലാസ്റ്റ് വൺ നല്ല വലിപ്പമുള്ള മാലയായിരിക്കും ഇതിന് ഭംഗി വരിക. ഇത് വന്നിട്ട് നമുക്ക് നല്ല പൊലിമ തോന്നും, പക്ഷേ ഇതിന് വെയിറ്റ് വളരെ കുറവാണ്. ഇത് ഏകദേശം 5.5 പവനടുത്തുണ്ടാവും. ഇതിൻ്റെ ഈ ഫ്ലവേഴ്സ് ഇത്രയും ഫ്ലവേഴ്സ് കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് നല്ല ഒരു ഭംഗിയാണ്. നൈസായിട്ടുള്ള മാലയാണ് ലാസ്റ്റ് വൺ. അതിൻ്റെ ഈ ഒരു ലോക്കറ്റ് പോർഷനാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്നത്. നമ്മൾ സാരിയുടെ കൂടെ ആയാലും ഏത് വെയറിൻ്റെ കൂടെ ആയാലും യൂസ് ചെയ്ത് കഴിയുമ്പോഴേ അതിൻ്റെ ഭംഗി നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ.
അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഇന്നത്തെ ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നെക്സ്റ്റ് വീക്കിൽ വീണ്ടും പുതിയ ഡിസൈൻസുമായി കാണും വരെ ഗുഡ് ബൈ. ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്റർ ഹെൽത്ത് പ്ലസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള പുത്തൻ അറിവുകളും അടിസ്ഥാന വസ്തുക്കളും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നതിനായി നമുക്കിന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ദിനേശ് കർത്തയാണ്. ഡോക്ടറെ ഹെൽത്ത് പ്ലസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. സാധാരണയായിട്ട് ബാക്ക് പെയിൻ, പുറം വേദന സാധാരണ എല്ലാവരിലും ഇങ്ങനെ കണ്ടുവരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറം വേദന? അതിന് പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ? അതിനുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? നടുവേദന അഥവാ ലോ ബാക്ക് പെയിൻ ഇന്ന് വലിയൊരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. നടുവേദനയ്ക്ക് പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാകാം. അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ന് ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ അഥവാ നമ്മളുടെ കശേരുക്കളുടെ പ്രശ്നങ്ങൾ പല കാരണത്താൽ ഈ രീതിയിൽ ഡിസ്കിന് സ്ഥാനഭ്രംശം വരാം. ഒന്നാമതായി കൂടുതലായിട്ട് ഡ്രൈവ് ചെയ്യുന്നവർക്ക് കൂടുതൽ സമയം ഇരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും നടുഭാഗത്തിന് കൂടുതലായി സമ്മർദ്ദം അനുഭവപ്പെടുന്നു. അതേപോലെ തന്നെ അമിതമായിട്ട് കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഇവർക്കും നട്ടെല്ലിൻ്റെ ഭാഗത്തേക്ക് കൂടുതലായിട്ട് സമ്മർദ്ദം വരികയും ഇതുകൊണ്ട് തന്നെ ഡിസ്കിന് സ്ഥാനചലനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേറെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നമ്മളുടെ ഈ ഒരു മേഖലയിൽ എല്ലാം ആണെങ്കിൽ ഈ AC എയർ കണ്ടീഷനിങ് വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥ, അതുമല്ലെങ്കിൽ ഒരു അന്തരീക്ഷത്തിലാണ് കൃത്രിമമായ തണുപ്പിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ. ഇതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിലെ രക്തയോട്ടത്തിന് കുറവ് വരികയും അതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിൽ വൈറ്റമിൻ D, നമ്മളുടെ ശരീരത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ, അതുമല്ലെങ്കിൽ എല്ലുകളുടെ ശക്തിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ Dയുടെ അളവിൽ പല ആളുകളുടെയും ശരീരത്തിൽ ഈ അളവിന് കുറവ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വൈറ്റമിൻ Dയുടെ അളവ് കുറേ കാലം കുറഞ്ഞു നിൽക്കുന്നത് പലപ്പോഴും ഓസ്റ്റിയോപോറോസിസ് എന്നെല്ലാം പറയുന്ന പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അതായത് എല്ലുകളുടെ ശക്തി കുറയുന്ന അവസ്ഥ. അപ്പോൾ പല കാരണങ്ങൾ നടുവേദനയ്ക്ക് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത് കൂടാതെ നമ്മൾ തെറ്റായിട്ടുള്ള കായിക വ്യായാമങ്ങൾ ചെയ്യുന്നത്, അതുമല്ലെങ്കിൽ പലരും പെട്ടെന്ന് തടി കുറയ്ക്കാനായിട്ട് അമിതമായിട്ടുള്ള കായികാഭ്യാസങ്ങൾ ചെയ്യുന്നു. സ്വന്തം ശാരീരിക നിലയ്ക്കും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പ്രത്യേകതകളും മനസ്സിലാക്കിയുള്ള വ്യായാമങ്ങൾ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഒരു കൂട്ടം കാരണങ്ങൾ നടുവേദനയ്ക്കുണ്ട്. ആയുർവേദം, പ്രകൃതി ചികിത്സ, യോഗ, അക്യുപഞ്ചർ, ഈ 4 സമാന്തര ചികിത്സാ സമ്പ്രദായങ്ങൾ, അതുമല്ലെങ്കിൽ ഈ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങൾ വേണ്ട രീതിയിൽ കൂട്ടിയിണക്കി ഒരു ചികിത്സാ സമ്പ്രദായം രൂപീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടുവേദനയ്ക്ക് നമുക്കൊരു പരിഹാരം കാണാൻ സാധിക്കും. പക്ഷേ പലർക്കും പറ്റുന്ന ഒരബദ്ധം, പലരുടെയും ധാരണ ഈ ചികിത്സകൾ കേവലം ഒഴിച്ചിൽ ഒരു 10-12 ദിവസം എടുത്തു കഴിഞ്ഞാൽ നടുവേദന പൂർണ്ണമായും മാറി എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും അതല്ല. ആയുർവേദ ചികിത്സയിൽ, അതുമല്ലെങ്കിൽ പരമ്പരാഗത ചികിത്സകൾ ഏതുമാകട്ടെ, ആയുർവേദമാകട്ടെ പ്രകൃതിയാകട്ടെ, കേവലം ഈ ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് മാത്രമല്ല ഇതിൻ്റെ ചികിത്സയായിട്ട് വരുന്നത്. ചികിത്സയ്ക്ക് ശേഷം നിങ്ങൾ എത്രമാത്രം വേണ്ട രീതിയിൽ മരുന്നുകൾ പറയുന്ന കാലയളവിൽ കഴിക്കുന്നു, ഈ ഫോളോ അപ്പ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ട്രീറ്റ്മെൻറ്റ്. ഇത് പലരും വിസ്മരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് കഴിഞ്ഞാലും വൈദ്യനോ ഡോക്ടറോ നിർദ്ദേശിക്കുന്ന കാലയളവിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മരുന്നുകൾ കഴിച്ചു നിൽക്കുക. ഇന്ന് ആയുർവേദ ചികിത്സകൾ എടുക്കുമ്പോൾ, അതുമല്ലെങ്കിൽ പരമ്പരാഗത ചികിത്സകൾ എടുക്കുമ്പോൾ ഭക്ഷണക്രമം വേണ്ട രീതിയിൽ നോക്കുന്നതായി കാണുന്നില്ല. ദയവ് ചെയ്ത് ഇത് വിസ്മരിക്കാതിരിക്കുക. കാരണം ഏതൊരു ചികിത്സയും വിജയിപ്പിക്കണമെങ്കിൽ ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമം, തെറ്റായ ആഹാര ശൈലിയിൽ നിന്നുള്ള ഒരു വിടുതൽ, ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരമ്പരാഗതമായ ചികിത്സാ മാർഗങ്ങൾ വേണ്ട വൈദ്യനിർദ്ദേശപ്രകാരം പാലിക്കുകയാണെങ്കിൽ, അത് വേണ്ട രീതിയിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടുവേദന എന്ന ഈ ആരോഗ്യ പ്രശ്നത്തിൽ നിന്ന് നമുക്കെല്ലാം തന്നെ പിന്മാറാൻ സാധിക്കും. ഇതിനെ തടഞ്ഞു നിർത്താനും സാധിക്കും. 10 മണിക്കൂർ, ഇനി 8 മണിക്കൂർ. കാത്തിരിപ്പിന്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? ശരവണ പൊട്ടിക്ക ഒഴിക്ക. സ്വാതേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്. ക്വാളിറ്റി വിതൗട്ട് കോംപ്രമൈസ്. അതിശയിപ്പിക്കുന്ന വിലക്കുറവ്, യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ വൈവിധ്യമാർന്ന മോഡലുകൾ, ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ, കമനീയ ഫർണിച്ചറുകളുടെ അത്യപൂർവ ശേഖരം, ഹോൾസെയിൽ നിരക്കിൽ റീറ്റെയിൽ സെയിൽ. വെറാസിറ്റി ഇന്റർനാഷണൽ ഫർണിച്ചർ, ഹക്കിംസ് ടവർ, കണ്ണമ്മൂല, ട്രിവാൻഡ്രം.
Beauty, energy of nature. അറേബ്യൻ ജുവല്ലേഴ്സിന്റെ നവീകരിച്ച കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഗോൾഡ് ഷോറൂമിനോടൊപ്പം ഡയമണ്ട് ഷോറൂമാക്കി സെപ്റ്റംബർ 3 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധ ഡോക്ടർമാരുടെ മികച്ച സേവനം. എല്ലാവിധ അലോപ്പതി ചികിത്സാ വിഭാഗങ്ങളോടൊപ്പം ഹോമിയോ, ആയുർവേദ വിഭാഗങ്ങളുടെ സേവനവും ലഭ്യമാണ്. വെള്ളിയാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും പ്രവർത്തിക്കുന്ന മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാനിലെ ന്യൂവേമിയ ഏരിയയിൽ ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് റോഡിലെ അൽബദർ ബിൽഡിംഗിൽ. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കാം 0674696994. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ. Smiling faces, there's a whole lot of joy. Feel the difference, magic in the air. Feel the difference, children having fun. Moments beautiful. Mars Hypermarkets and Shopping Center, south of Oman. Feel the difference. ഇനി ഇയോൺടി ഒരുക്കുന്ന നല്ലൊരു ഫൺ ടൈം കാണാം. മൂന്നാറിലെ മലനിരകളിൽ നിന്നും ശേഖരിച്ച് രുചിയേറിയതും ഗുണമേന്മയുമുള്ള ഇയോൺടി സ്പോൺസർ ചെയ്യുന്ന ഗെയിം ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അനന്തപുരി ഫെസ്റ്റിലാണ്. നമുക്ക് ഓരോരുത്തരെയായിട്ട് മീറ്റ് ചെയ്യാം ഗെയിം ഷോയിലേക്ക്. ഹലോ ആൻറ്റി, പേരെന്താണ്? ഷാലി. എനിക്കൊന്ന് കൂടെ വന്ന ആള് ക്യാമറയും മൈക്കൊക്കെ കണ്ടിട്ട് ഓടി അങ്ങ് പുറകിലോട്ട് ഒളിച്ചു. എന്നാലും ക്യാമറ പിടിച്ചിട്ടുണ്ട്. മുമ്പിലോട്ട് വന്നോളൂ. പേര് പറയൂ. റീനു. പേരെന്താണ്? എന്ത് ചെയ്യുന്നു ആൻറ്റി? ടീച്ചറാണ്. ഏത് സ്കൂളിലാണ്? പാളയം. ഓക്കെ. LLB പഠിക്കും. അമ്മ അപ്പോൾ വഴക്ക് പറയാറുണ്ടോ? പേര്? നീതു. എന്ത് ചെയ്യുന്നു നീതു? ഡെന്റിസ്റ്റ് ആണ്. പേര് പറയും. മോനിഷ. എന്ത് ചെയ്യുന്നു മോനിഷ? ഞാൻ നേഴ്സാണ്. ഈ ഹോസ്പിറ്റലിൽ? ഞാൻ മഹാരാഷ്ട്രയിലാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ വെക്കേഷൻ വന്നിരിക്കുകയാണ്. ഓക്കെ. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ? അവിടെ ഇപ്പോൾ ഭയങ്കര മഹാരാഷ്ട്ര തണുപ്പല്ലായിരുന്നോ? തണുപ്പാണ്. ഇപ്പോൾ ഇവിടെ വന്ന് ചൂടൊക്കെ അടിച്ചപ്പോൾ എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? കുഴപ്പമില്ല. ഇനി എത്ര ദിവസം ഉണ്ട് നാട്ടിൽ? ഒരു മാസം ലീവിന് വന്നിരിക്കുകയാണ്. അപ്പം വീട്ടിൽ, അതായത് ട്രിവാൻഡ്രത്ത് വന്ന് അടിച്ച് പൊളിക്കാനുള്ള പ്ലാനിലാണ് ആള്. അതുകൊണ്ട് തന്നെയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വന്നത് അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്നൊരു ജനറൽ ക്വസ്റ്റ്യനും ദെൻ ഒരു ഫണ്ണി ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത്. ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ജനറൽ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് നമ്മുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ടീ ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് ഗവൺമെൻറ് അല്ലെങ്കിൽ ആരാണ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ടീ കൊണ്ടുവന്നത് ആദ്യമായിട്ട്? ശരിക്കും ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. നമ്മുടെ മുമ്പത്തെ കാലമാണ്, ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന സമയത്താണ് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ അതിൻ്റെ ആ പേരെന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി. വളരെ നേരത്തെ ഗാഢമായ ചിന്തയിൽ നിന്നും അവസാനം ആൻസർ ഇങ്ങനെ വീണ് കിട്ടിയിരിക്കുകയാണ്. നീതു അല്ലേ? നീതു കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇനി ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഈ സൈഡ് ഉറപ്പായിട്ടും ശക്തമായിട്ട് തന്നെ കറക്റ്റായിട്ട് ആൻസർ പറയാൻ ശ്രമിക്കണം. മുഖത്ത് ചിരിയോടുകൂടി നിൽക്കുകയാണ്. ഉറപ്പായിട്ടും ആൻസർ പറയാൻ കഴിയട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരിക്കലും യാത്ര ചെയ്യാൻ പറ്റാത്ത ബസ് ഏത്? ഒരിക്കലും യാത്ര ചെയ്യാൻ പറ്റാത്ത ബസ്. സിലബസ്. അതിന് വളരെ കറക്റ്റായിട്ട് ഒട്ടും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം മനസ്സിലായല്ലോ, കുട്ടികളുടെ മനസ്സാണ്. ഇങ്ങനെയുള്ള ഫണ്ണി ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് പറയും. പക്ഷേ ഹിസ്റ്ററിക്ക് കുറച്ച് വീക്കാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ കറക്റ്റ് ആൻസർ, രണ്ടാമത്തെ ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസർ ഈ സൈഡിൽ നിന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ഗെയിം ഷോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മത്സരിച്ച എല്ലാവർക്കും സമ്മാനമുണ്ട്. അപ്പോൾ ഇനി സമ്മാനങ്ങൾ കൊടുക്കാം. റെഡിയല്ലേ എല്ലാവരും സമ്മാനം വാങ്ങാൻ? ഓക്കെ. സ്വന്തം ഫാക്ടറിയിൽ പ്രോസസ്സ് ചെയ്ത് ഗ്രേഡ് 1 പാക്കിങ്ങിൽ പുറത്തിറക്കുന്ന ഇയോൺ ടീ സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റാണ്. 2 ക്വസ്റ്റ്യൻ ആൻസറും ഇവർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് തന്നെ സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. കൈയടിച്ചോളൂ. ഓക്കെ. ഇനി അടുത്തതായിട്ട് സമ്മാനം ലഭിക്കാൻ പോകുന്നത് വെറാസിറ്റി ഇന്റർനാഷണൽ ഫർണിച്ചർ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചറും ഹാപ്പി ലാൻഡ്, ട്രിവാൻഡ്രത്തെ ഹാപ്പി ലാൻഡ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചറുമാണ് നൽകുന്നത്. ഓക്കെ. പിടിച്ചോ. ഇനി മത്സരിച്ചവർക്ക് ശരി ഉത്തരവൊന്നും പറഞ്ഞില്ലെങ്കിലും ഇവരും നല്ല രീതിയിൽ തന്നെ വളരെ നല്ല പോസിറ്റീവായിട്ട് തന്നെ ഇവരും നമ്മുടെ മത്സരത്തിൽ ഗെയിം ഷോയിൽ നിങ്ങളെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് മത്സരിച്ചു. അപ്പോൾ ഇവർക്കും സമ്മാനം ലഭിക്കുകയാണ്. ഹാപ്പി ലാൻഡ് സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് വൗച്ചർ, ദെൻ വെറാസിറ്റി ഇന്റർനാഷണൽ ഫർണിച്ചർ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ. ഓക്കെ. സന്തോഷമായല്ലോ? ഓക്കെ. അപ്പം ഇന്നത്തെ ഗെയിം ഷോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇവർ ഷോപ്പിങ്ങിനായിട്ട് പോകട്ടെ. ടിൽ ദെൻ ദിസ് ഇസ് പ്രതാപതി സൈനിങ് ഓഫ്.
ഇന്നത്തെ ഫോക്കസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. ഇനി പുത്തൻ പുതിയ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. Mars Hypermarkets and Shopping Center. Focus. This program is sponsored by Mars Hypermarkets and Shopping Center. ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്ക് തിരുവനന്തപുരം. Regent Lake Palace Hotel, നീണ്ടകര, കൊല്ലം. വെറാസിറ്റി ഇന്റർനാഷണൽ ഫർണിച്ചർ, കണ്ണമ്മൂല. ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ പെരിയാർ റൈസ്. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ. EOT Energy of Nature. Sharavana Instant Cook. Quality without compromise. Arabian Gold and Diamonds, കരുനാഗപ്പള്ളി.